നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു വശ്യ രീതിയെ കുറിച്ചാണ്. നിലവില് ഇപ്പോൾ ഇവിടെ ആളുകൾ ഉപയോഗിച്ചിരുന്ന വശ്യങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തി കൂടിയ വശ്യ രീതിയാണ് രാജവശ്യം എന്ന് പറയുന്നത്. ഇത് സ്ത്രീ പുരുഷ ജാതി മത ഭേദമന്യേ ഏവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അത് മാത്രവുമല്ല, ഇതിന് പൂജയും മന്ത്രവും ഒന്നും ആവശ്യവുമില്ല. ഇതിലേറ്റവും ആദ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ വശ്യം ഇതാദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്, അല്ലെങ്കിൽ ഈ ഒരു രാജവശ്യത്തിന്റെ ഉത്ഭവം അത് എവിടെയാണ്, അതെങ്ങനെയാണ്, ആ കാര്യങ്ങളെല്ലാം ഒന്ന് ചുരുക്കി പറയാം. അപ്പോൾ മാത്രമേ അതിന്റെ യഥാർത്ഥ ശക്തി അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കിട്ടുകയുള്ളൂ. ഇത് വാസ്തവത്തില് കൊടും കാടുകൾക്കുള്ളില് അന്ന് വസിച്ചിരുന്ന മുനികള് അവരുടെ സ്വയം രക്ഷാർത്ഥം, അതായത് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന അതിരഹസ്യ പ്രതിരോധ രീതിയാണ് ഈ ഒരു വശ്യം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അതായത് കാട്ടിനുള്ളിലെ ക്രൂരമൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ വികസിപ്പിച്ചെടുത്ത് ഉപയോഗിച്ചു പോന്നിരുന്ന ഒരു രീതിയാണിത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യർ മാത്രമല്ല, പക്ഷികളും മൃഗങ്ങളും വരെ ഇതുകൊണ്ട് വശ്യമാകും. കാരണം അത്രയ്ക്ക് ശക്തിയുള്ളതാണ് ഇതിൽ പറയാൻ പോകുന്ന ഈ ഒരു രാജവശ്യം എന്ന് പറയുന്നത്. ഇതുപോലുള്ള പല മാന്ത്രിക താന്ത്രിക വശ്യവിദ്യകളും നമ്മുടെ ഇന്നത്തെ ഗ്രന്ഥങ്ങളിൽ കിടപ്പുണ്ട്. ഇത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇത് 100% ഇതിൽ നിന്നും നിങ്ങൾക്ക് ഫലം നിശ്ചയമാണ്. ഇനി അടുത്തതായിട്ട് ഇത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നൊന്ന് പറയാം. ഇത് നിങ്ങളുടെ നിത്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 മേഖലകളിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഈ വഴക്കിട്ട് പിരിഞ്ഞിരിക്കുന്ന ഉറ്റ സുഹൃത്തിന് അല്ലെങ്കിൽ സഹപ്രവർത്തകനെ നിങ്ങൾക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തേത് അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം പിരിയേണ്ടി വന്ന പ്രണയിതാക്കൾക്ക് ഈ വശ്യം അതീവ ഫലപ്രദമാണ്. ഇനി അടുത്തത് മൂന്നാമത്തേത് തൻ്റേതല്ലാത്ത കാരണത്താൽ വഴക്കിട്ട് പിരിഞ്ഞിരിക്കുന്ന ഭാര്യ ഭർത്തൃ ദമ്പതിമാർക്ക് ഈ വശ്യം 100% ഫലപ്രദമാണ്. ഇനി അടുത്തത് നാലാമത്തെ കാര്യം, ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ വശ്യം നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ മുഖത്ത് നോക്കി അവർക്ക് നോ എന്നൊരു വാക്ക് പറയാൻ നിങ്ങളോടത് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇനി 5, ഒരു തത്തയോ ഒരു പൂച്ചയോ കേവലം 3 ദിവസത്തിനുള്ളിൽ നിങ്ങളിൽ നിന്ന് പിരിയാനാകാത്ത വിധം ഒരു വശ്യപ്രയോഗത്തിൽ നിന്ന് നിങ്ങൾക്ക് അവയെ ഇണക്കിയെടുത്ത് കൂടെ കൊണ്ട് നടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ 5 തരത്തിൽപ്പെട്ട കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാകുന്നത്. പക്ഷിമൃഗാദികളിൽ നിങ്ങൾ ഈ വശ്യപ്രയോഗ രീതി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ചെറിയ അളവിൽ മാത്രമേ നിങ്ങൾ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇത് പറയാൻ കാരണം എത്ര മാറ്റാൻ ശ്രമിച്ചാലും ശരി, ഊണിലും ഉറക്കത്തിലും അവ നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോകില്ല. അത്രയധികം നിങ്ങളുമായിട്ട് അവ അഡിക്റ്റഡ് ആയിട്ട് പോകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കമിതാക്കൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് അനേക പ്രാവശ്യം ഈ ക്രിയ ആവർത്തിക്കാനായിട്ട് പാടില്ല. ആവർത്തിച്ച് ചെയ്ത് നിങ്ങൾ ആരെയാണോ വശീകരിക്കുന്നത് അവരെ ഭ്രാന്തമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അഡിക്റ്റ് ആക്കരുത് എന്നുള്ളതാണ്. ഇത് പറയാൻ കാരണം നിങ്ങളെക്കുറിച്ചല്ലാതെ വേറെ ഒരു ചിന്തയും പിന്നെ അവർക്ക് ഉണ്ടാകില്ല. അതിനാൽ അവരുടെ പഠനം, മറ്റ് സാമൂഹിക ബന്ധങ്ങൾ ഇതെല്ലാം തന്നെ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒരു പരിധിയിൽ കവിഞ്ഞ് അവരെ വശീകരിച്ച് വെക്കരുത്. അതും ഇവിടെ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സമയം ഉണ്ടായേക്കാവുന്ന ഒരു സംശയം, ഇത് പരിശീലിച്ചാൽ ഇതിൽ നിന്നും എന്തെങ്കിലും സൈഡ് എഫക്റ്റോ മറ്റോ ഉണ്ടാകുമോ എന്നുള്ളതായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു ചോദ്യം ചോദിച്ചേക്കാം. ഈ ഒരു രാജവശ്യം പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ആരെയാണോ വശീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്കോ ഇതുകൊണ്ട് യാതൊരുവിധ ദോഷങ്ങളും സംഭവിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം പറഞ്ഞത് ഇതിന് പൂജയോ മന്ത്രമോ ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. ഇത് വർക്ക് ചെയ്യുന്നത് പരിപൂർണമായിട്ടും ഹിപ്നോട്ടിസത്തിലാണ്. അതുകൊണ്ട് തന്നെ നല്ല ശാന്തരായിരുന്നു വേണം ഈ ഒരു ക്രിയ ചെയ്യാനായിട്ട്. അത് മാത്രമേ നിങ്ങൾ നോക്കേണ്ട ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇത് ഏത് ദിവസമാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയുന്നത് പോലെ ഏറ്റവും നല്ലത് തിങ്കളാഴ്ച ദിവസം രാത്രി 8 മണിക്ക് ശേഷം 11 മണിക്കുള്ളിലുമായിട്ട് നിങ്ങളിത് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴാണോ ആ ഒരു സമയത്തിനുള്ളിൽ സമയം ലഭിക്കുന്നത് അപ്പോൾ വെറും 10 മിനിറ്റ് നേരം ഇതിൽ പറയാൻ പോകുന്ന ക്രിയ ചെയ്യാവുന്നതാണ്.
ഇനി ഒരു പക്ഷേ രാത്രി സമയമില്ലാത്ത ആളുകൾക്ക് പകല് 12 മണിക്ക്, അതായത് കൃത്യം 12 മണിക്കല്ല, 12 മണി കഴിഞ്ഞ ശേഷം ഇത് ഏകാഗ്രമായിട്ട് ചെയ്യുകയാണ് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത്. അതായത് 12 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമായിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ തിങ്കളാഴ്ച മുതലാണ് നിങ്ങൾ ചെയ്തു തുടങ്ങുന്നതെങ്കിൽ 3 ദിവസം അടുപ്പിച്ച് ചെയ്യണം. അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, ഈ 3 ദിവസവും 10 മിനിറ്റ് നേരം ഇത് ചെയ്താൽ മതി. ഇനി ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ തിങ്കളാഴ്ച ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകള്, പ്രത്യേകിച്ചും ഈ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നാണ് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അവിടുത്തെ ആ സമയക്രമം നിങ്ങൾക്കിത് പാലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവര് വെള്ളിയാഴ്ച ദിവസം ഈ പറഞ്ഞ ഇതേ സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ വെള്ളി, ശനി, ഞായർ എന്നീ 3 ദിവസവും അനുഷ്ഠിക്കുക എന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ക്രിയ ചെയ്യുമ്പോൾ കുളിച്ച് ഫ്രഷായി വന്ന് ഉടനെയാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ അത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എഫക്റ്റ് ആകും എന്നാണ് കണ്ടിരിക്കുന്നത്. ഇത് പറയാൻ കാരണം നല്ല കോൺസെൻട്രേഷനോട് കൂടി നിങ്ങൾക്ക് ആ സമയം ഈ ഹിപ്നോട്ടിസം പ്രവർത്തിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഏത് ഭക്ഷണം കഴിച്ചു എന്നുള്ളത് ഇതിനൊരു പ്രശ്നമല്ല. എന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച ശേഷം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു ഹിപ്നോട്ടിസം ചെയ്യാൻ പാടുള്ളൂ. അത് വേറെയൊന്നും കൊണ്ടല്ല, ഉറക്കം തൂങ്ങിയിട്ട് ചെയ്താൽ അതിൻ്റെ ഒരു യഥാർത്ഥ ഫലം കിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഈ രാജവശ്യ ഹിപ്നോട്ടിസം എന്ത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. ഇതിനാകെ വേണ്ടത് ഒരു റോസാപുഷ്പം മാത്രമാണ്. ഇനിയിപ്പോൾ റോസാപുഷ്പം ലഭ്യമല്ലാത്തവർ മറ്റു പുഷ്പങ്ങൾ ഉപയോഗിക്കുന്നതിലും തെറ്റില്ല. ഇത് പറയാൻ കാരണം ഇതുപോലുള്ള വശ്യങ്ങൾക്ക് ഏറ്റവും അധികം ഫലം കിട്ടിയതായിട്ട് കണ്ടിരിക്കുന്നത് ഈ റോസാപുഷ്പങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ്. അത് വേറെയൊന്നും കൊണ്ടല്ല, ഈ ഹിപ്നോട്ടിസം ചെയ്യുന്ന നിങ്ങളുടെ മനസ്സിനെയും പങ്കാളിയുടെ മനസ്സിനെയും ഒരേ സമയം ആകർഷിക്കാൻ ഈ ഒരു റോസാപുഷ്പത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ റോസാപുഷ്പം ലഭ്യമല്ലാത്തവർ മാത്രം മുല്ലപ്പൂവോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പരിമളമുള്ള മറ്റേതെങ്കിലും പുഷ്പങ്ങളോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ പറഞ്ഞ 3 ദിവസങ്ങൾ ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഓരോ റോസാപുഷ്പങ്ങൾ എന്ന നിലയ്ക്ക് 3 റോസാപുഷ്പങ്ങൾ 3 ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഓരോന്നായിട്ട് ഉപയോഗിക്കുക. അതായത് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ റോസാപുഷ്പങ്ങൾ ലഭ്യമാണെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യുക. ഇനി ഒരു പക്ഷെ 3 റോസാപുഷ്പങ്ങൾ എടുക്കാനില്ലാത്തവര് 1 റോസാപ്പൂവ് മാത്രം നിങ്ങൾക്ക് ഈ 3 ദിവസത്തേക്ക് എടുത്താലും മതി. പക്ഷെ അത് വാടിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഓരോ ദിവസവും ഓരോ പുഷ്പം എന്ന രീതിയിൽ 3 ദിവസം 3 പുഷ്പം എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് വാടിക്കുഴഞ്ഞ് അതിൻ്റെ ഇതളുകൾ നഷ്ടമാകാതെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കേവലം ഒരൊറ്റ റോസാപുഷ്പം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹിപ്നോട്ടിസം ക്രിയ 3 ദിവസവും ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഈ ഒരു ഹിപ്നോട്ടിസം ക്രിയ ചെയ്ത ശേഷം ആ റോസാപുഷ്പം നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു ചെടിച്ചട്ടിയിൽ അതിൻ്റെ ഇതള് പൊഴിച്ച് നിങ്ങൾക്കിടാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറയാം. ഇത് വളരെ സിമ്പിളാണ്. ആരെയാണോ നിങ്ങൾക്ക് വശീകരിക്കേണ്ടത് ആ വ്യക്തിയുടെ മുഖം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ രൂപം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. അത് വെറുതെ സങ്കല്പിച്ചാൽ മാത്രം പോരാ. 2-3 മിനിറ്റ് കണ്ണടച്ചിരുന്ന് ആ വ്യക്തി നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ നന്നായിട്ട് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഈ ഒരു കർമ്മം, ഈ ഒരു ക്രിയ നിങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങാവൂ. അതായത് അല്പം ഒന്ന് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് സാരം. അപ്പോൾ ഈ പറഞ്ഞ വിധം വശീകരിക്കേണ്ട വ്യക്തി ആരാണോ ആ വ്യക്തിയെ നിങ്ങൾ നന്നായി മനസ്സിൽ ചിന്തിച്ച് നിങ്ങളുടെ വലത് കൈയിലിരിക്കുന്ന റോസാപുഷ്പത്തിൽ 1 വട്ടം ചുംബിക്കുക. എന്നിട്ട് വീണ്ടും ആ വ്യക്തിയെ മനസ്സിൽ ധ്യാനിക്കുക. വളരെ ക്ലിയർ ആയിട്ട് ആ വ്യക്തിയുടെ രൂപം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുഖം നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാവണം. അതായത് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പ് വന്നാൽ ഈ പറഞ്ഞ ക്രിയ വീണ്ടും ആവർത്തിക്കുക. ഇങ്ങനെ 3 പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യണം. ഈ സമയം നിങ്ങളുടെ തിരുനെറ്റിയിൽ, അതായത് നെറ്റിയുടെ നടുഭാഗത്ത് ഒരു വൈബ്രേഷൻ പോലെ, ഒരു തരിപ്പ് പോലുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായിട്ട് തോന്നി തുടങ്ങും. ഇതിനർത്ഥം നിങ്ങൾ ചെയ്യുന്ന ഹിപ്നോട്ടിസം അത് നിങ്ങൾക്ക് വർക്കൗട്ടായി കിട്ടി എന്നാണ്. അതാണ് ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് സമയമെങ്കിലും നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടി വരുമെന്ന് സാരം. ഇവിടെ പ്രത്യേകം ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, വ്യക്തിയുടെ രൂപം അത് നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ ആ വ്യക്തിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോയിലേക്ക്
ആ ഒരു വ്യക്തിയുടെ ഫോട്ടോയിലേക്ക് നോക്കിയും നിങ്ങൾക്ക് ഈ ഒരു ഹിപ്നോട്ടൈസ് വശ്യം ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പ്രയോഗിക്കാവുന്നതാണ്. ഇനി ഒരു പക്ഷേ നിങ്ങൾ ആ വ്യക്തിയെ നേരിട്ട് കണ്ടിട്ടില്ല, ഫോണിൽ സംസാരിച്ച് മാത്രമേ പരിചയമുള്ളൂ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആ വ്യക്തിയോട് സാമ്യമുള്ള ഒരു രൂപത്തെ മനസ്സിൽ സങ്കല്പിച്ചും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു ജോലിക്ക് വേണ്ടി നിങ്ങളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുൻപ് ആ ഇന്റർവ്യൂവിന് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അധികാരിയുടെ രൂപം നിങ്ങൾക്കൊന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടും ഈ ഒരു ഹിപ്നോട്ടിസം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ഇവിടെ യാതൊരുവിധ സംശയത്തിനും ഇടയില്ലാതെ പറയാൻ സാധിക്കും. അതായത് ഇത് വ്യക്തിയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നല്ല ക്ലിയർ ആയിട്ടുള്ള രൂപമോ നിങ്ങൾക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ 100% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ യാതൊരുവിധ പരിചയവുമില്ലാത്ത ഒരാളെ ആകർഷിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒന്ന് സങ്കല്പിച്ച് ചെയ്തു നോക്കാം, അത്ര മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് ഇത് ഏത് ദിശയിലേക്ക് തിരിഞ്ഞിരുന്നാണ് ചെയ്യേണ്ടത് എന്നൊന്ന് പറയാം. ഇതിന് ഏറ്റവും അനുയോജ്യമായ ദിശ എന്ന് പറയുന്നത് കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയാണ്. ഇനിയിപ്പോൾ ഇത് രണ്ടും അല്ലെങ്കിൽ തെക്ക് ദിശ ഇതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാനും സാധിക്കുന്നതാണ്. എന്നാൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ കിഴക്ക് ദിക്കിനാണ്. ഇത് നിങ്ങൾക്ക് ഒരു കസേരയില് നട്ടെല്ല് നിവർന്നിരുന്നു കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ തറയിലിരുന്ന് ഒരു മാറ്റ് വിരിച്ചിരുന്നതിന് ശേഷം ചെയ്യാവുന്നതാണ്. ഒരു കാരണവശാലും വെറും നിലത്തിരുന്നു കൊണ്ട് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഏകാഗ്രമായിട്ട് ഇരുന്ന് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതായിട്ട് ഇതിന്റെ റിസൾട്ട് എങ്ങനെ വരുമെന്ന് പറയാം. ഇപ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ 3 ദിവസം അടുപ്പിച്ച് ഈ ക്രിയ ചെയ്യുക. നിങ്ങൾ വളരെ കൃത്യമായിട്ടാണ് പ്രാക്ടീസ് ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ക്രിയ ചെയ്തതെങ്കിൽ കേവലം 6 ദിവസത്തിനുള്ളിൽ ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഒരുപക്ഷെ ആദ്യത്തെ അറ്റൻഡിൽ ഇത് നടന്നില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും 3 ദിവസം ആവർത്തിച്ച് ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു നോക്കുക. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം, അതായത് ഒരാഴ്ച ഗ്യാപ്പിട്ട് നിങ്ങൾക്കിത് എത്ര തവണ വേണമെങ്കിലും ഈ ഒരു ക്രിയ ചെയ്യാവുന്നതാണ്. ഒരുപക്ഷെ ആദ്യത്തെ അറ്റൻഡ് നടന്നില്ലെങ്കിൽ രണ്ടാമത്തെ അറ്റൻഡിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഉദ്ദിഷ്ട കാര്യം നടന്നിരിക്കും. ഇതിലെ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ ഈ ഒരു വശ്യ കർമ്മം അല്ലെങ്കിൽ വശ്യക്രിയ എന്ന് പറയുന്നത് അത്രമേൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്രിയയാണ്. ചെയ്തു കഴിഞ്ഞാൽ ഫലം കിട്ടും എന്നുള്ളത് തീർച്ചയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.